Hi friends, Team Solutions in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് എംപ്ലോയീസിന്റെ സാലറി സ്ട്രക്ചർ ടാലിയിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ്. സാലറി സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ എംപ്ലോയീസിന്റെയും സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതെല്ലാം പേ ഹെഡ് കമ്പോണൻസ് ഉൾപ്പെടുത്തണമെന്നാണ്. ഓക്കെ, അപ്പോൾ ടാലിയിൽ ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ രണ്ട് എംപ്ലോയീസിനെയും കൂടി ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മൾ നിലവിൽ ഇപ്പോൾ ടാലിയിൽ ആകെ ഒരു എംപ്ലോയിയെ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എംപ്ലോയി ക്രിയേഷന് വേണ്ടിയിട്ട് പേറോൾ ഇൻഫോ എടുക്കുക, അതിൽ എംപ്ലോയീസ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ്. ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യാം. അതിനുശേഷം എംപ്ലോയി കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു തവണ സ്പേസ് കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാറ്റഗറിയും നമുക്കവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ ഹെഡ് ഓഫീസാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ എംപ്ലോയി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസ്പ്ലേ നെയിം ഇൻ റിപ്പോർട്ട് ആസ് വിജയ് എന്ന് തന്നെ കൊടുക്കുക. അണ്ടർ ഗ്രൂപ്പായി ഞാനിവിടെ കാഷ്യേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ജോയിനിങ് 1 April 2019 തന്നെ കൊടുക്കുന്നു. ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മളിവിടെ ഇപ്പോൾ യെസ് എന്നൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത്. ഡെസിഗ്നേഷൻ കാഷ്യർ, ഫംഗ്ഷൻ ക്യാഷ് മാനേജ്മെന്റ്, ലൊക്കേഷൻ മെയിൻ ബ്ലോക്ക്, മെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്പൗസ് നെയിം എൻ്റർ ചെയ്യുക. അഡ്രസ്സ് എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഇതൊക്കെ ഓപ്ഷനിലാണ്. എൻ്റർ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇനി ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. IFS കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാങ്ക് നെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ കേരള ഗ്രാമീൺ ബാങ്ക് പുതിയതായിട്ട് ആഡ് ചെയ്യിപ്പിച്ചതാണ് ടാലിയിലെ. ബ്രാഞ്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ട്രാൻസാക്ഷൻ ടൈപ്പായി ഇ ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ ആപ്ലിക്കബിൾ ടാക്സ് റെജിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് രണ്ട് ടാക്സ് റെജിം അവൈലബിൾ ആണ്. ഒന്ന് റെഗുലർ ടാക്സ് റെജിമും മറ്റൊന്ന് ടാക്സ് റെജിം അണ്ടർ സെക്ഷൻ 115 BACയും. നമ്മുടെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് ഒരു സ്ലാബ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2020-21 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് വഴി പുതിയൊരു ടാക്സ് സ്ലാബ് കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ടാക്സ് റെജിം അണ്ടർ സെക്ഷൻ 115 BAC. അപ്പോൾ ഈ ബജറ്റ് വരുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ടാക്സ് സ്ലാബാണ് റെഗുലർ ടാക്സ് റെജിം. അതിനുശേഷം വന്നിരിക്കുന്ന ടാക്സ് സ്ലാബാണ് ടാക്സ് റെജിം അണ്ടർ സെക്ഷൻ 115 BAC. നിലവിലെ നിയമം അനുസരിച്ച് എംപ്ലോയീസിന് ഇതിൽ ഏത് ടാക്സ് റെജിം വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ആദ്യം റെഗുലർ ടാക്സ് റെജിമാണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ടാക്സ് റെജിം കവർ ചെയ്യാം. ഇനി ഇവിടെ പാൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ, UAN, PF അക്കൗണ്ട് നമ്പർ, PF അക്കൗണ്ട് നമ്പർ തന്നെയായിരിക്കും ബൈ ഡിഫോൾട്ട് ആയിട്ട് EPS അക്കൗണ്ട് നമ്പറും. ഇനി ഡേറ്റ് ഓഫ് ജോയിനിങ് ഫോർ PF നമ്മൾ 1 April 2019 തന്നെ കൊടുക്കുകയാണ്. ഇനി പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ, ESI നമ്പർ, ESI ഡിസ്പെൻസറി നെയിം, സേവ് ചെയ്യാം. നമുക്കിവിടെ വീണ്ടും പുതിയൊരു എംപ്ലോയിയെ കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എംപ്ലോയി കാറ്റഗറി ഹെഡ് ഓഫീസ് എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എംപ്ലോയിയുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ പുതിയൊരു എംപ്ലോയി ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി Alt+C പ്രസ് ചെയ്യാം. അതിനുശേഷം എംപ്ലോയി കാറ്റഗറിയായി വീണ്ടും ഹെഡ് ഓഫീസ് തന്നെ സെലക്ട് ചെയ്യാം. സെക്യൂരിറ്റി ഗാർഡ്, പ്രൈമറി ഗ്രൂപ്പ് തന്നെ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ലെവലിൽ സാലറി ഡിഫൈൻ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഇനി ഇവിടെ ജോയിനിങ് ഡേറ്റ് 1 April 2019 തന്നെ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സാലറി ഡിഫൈൻ ചെയ്യുന്നില്ല.
ഇനി ഇവിടെ എംപ്ലോയി ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്യാണ്. ഇനി നമുക്ക് പുതിയ ടാക്സ് റെജിമിൽ വരുന്ന ഒരു എംപ്ലോയിയെ കൂടി ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് സാലറി എങ്ങനെ ഡിഫൈൻ ചെയ്യണം നോക്കാം. ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. അതിനുശേഷം പേറോൾ ഇൻഫോ സെലക്ട് ചെയ്യാം. സാലറി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഡിഫൈൻ എന്ന് കാണാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സാലറി ഡിഫൈൻ ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് എംപ്ലോയി ഗ്രൂപ്പ് വൈസ് നമുക്ക് സാലറി ഡിഫൈൻ ചെയ്യാം, അതല്ലെങ്കിൽ എംപ്ലോയി വൈസും സാലറി ഡിഫൈൻ ചെയ്യാം. നമുക്ക് ആദ്യം എംപ്ലോയി ഗ്രൂപ്പ് വൈസ് സാലറി ഡിഫൈൻ ചെയ്യാം. അതിനുവേണ്ടി അജയ് എന്ന എംപ്ലോയി ഉൾപ്പെട്ടിരിക്കുന്ന മെയിൻ ഗ്രൂപ്പ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യാണ്. ഇനി ഇവിടെ ഏറ്റവും ആദ്യമായി നമ്മൾ ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഏത് ഡേറ്റ് മുതലാണോ നമുക്ക് ഈ ഒരു സാലറി സ്ട്രക്ചർ എനേബിൾ ചെയ്യേണ്ടത് ആ ഡേറ്റ് ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. 1/4/2020 എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പേ ഹെഡ്സും ഇവിടെ റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. നമ്മളിവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ പേ ഹെഡ്സും ആഡ് ചെയ്ത് കൊടുക്കുക. പേ ഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഇൻഡിപെൻഡന്റ് പേ ഹെഡ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് പേ ഹെഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് എല്ലാ ഏണിംഗ് പേ ഹെഡ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ബേസിക് പേ. ഇവിടെ നമ്മൾ റേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ ഗ്രൂപ്പിൽ വരുന്ന എംപ്ലോയീസിന്റെ ബേസിക് പേ എത്രയാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 50,000 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം DA സെലക്ട് ചെയ്യാം. ഇയർനെസ് അലവൻസ് ഒരു ഇൻഡിപെൻഡന്റ് പേ ഹെഡ് അല്ല, ബേസിക് പേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പേ ഹെഡ് ആണ്. ഇനി HRA സെലക്ട് ചെയ്യാം. ട്രാൻസ്പോർട്ട് അലവൻസ് മന്ത്ലി റേറ്റ് എത്രയാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. മെഡിക്കൽ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ്, ഓവർ ടൈം പേയ്മെന്റ്. ഇവിടെ നമ്മൾ അവർലി റേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ബോണസ്, വേരിയബിൾ പേ. ഇവിടെ ബോണസിന്റെയും വേരിയബിൾ പേയുടെയും കാൽക്കുലേഷൻ ടൈപ്പ് ആസ് യൂസർ ഡിഫൈൻഡ് വാല്യൂ ആണെന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ജനറൽ ഡിഡക്ഷൻസ് പേ ഹെഡ്സ് ആഡ് ചെയ്യാം. അഡ്വാൻസ് സാലറി, ക്യാൻറ്റീൻ ഡിഡക്ഷൻസ്. ഇതിന്റെയും കാൽക്കുലേഷൻ ടൈപ്പ് ആസ് യൂസർ ഡിഫൈൻഡ് വാല്യൂ തന്നെയാണ്. ഇനി നമുക്ക് എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് പേ ഹെഡ്സ് ആഡ് ചെയ്യാം. PF, ESI, NPS Tier 1, Tier 2, ഇൻകം ടാക്സ് ഡിഡക്ഷൻ, പ്രൊഫഷണൽ ടാക്സ്. എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് പേ ഹെഡ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് എംപ്ലോയർ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻസ് പേ ഹെഡ്സ് ആഡ് ചെയ്യാം. EPS കോൺട്രിബ്യൂഷൻ, PF കോൺട്രിബ്യൂഷൻ, ESI കോൺട്രിബ്യൂഷൻ, NPS Tier 1 കോൺട്രിബ്യൂഷൻ. ഇനി ഗ്രാറ്റുവിറ്റി സെലക്ട് ചെയ്യാം. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ടെലിഫോൺ ഓർ മൊബൈൽ ബിൽ റീഇംബേഴ്സ്മെന്റ് പേ ഹെഡ്. ഇനി എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്യാം. സേവ് ചെയ്യാം. സെയിം ഗ്രൂപ്പ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരിക. പുതിയൊരു ഡേറ്റ് മുതൽ നമ്മുടെ സാലറി സ്ട്രക്ചർ റിവൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ പുതിയ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/4/2021 എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് കോപ്പി ഫ്രം പ്രീവിയസ് വാല്യൂ, രണ്ട് സ്റ്റാർട്ട് അഫ്രഷ്.
നമ്മളിവിടെ സ്റ്റാർട്ട് അഫ്രഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇനി കോപ്പി ഫ്രം പ്രീവിയസ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡേറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത മുഴുവൻ പേ ഹെഡ്സും ഇവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വേണ്ട ചേഞ്ചസ് വരുത്തി കൊടുത്താൽ മതി. ഉദാഹരണത്തിന് നമ്മുടെ ബേസിക് പേ 55,000 രൂപയായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ നമ്മളിവിടെ 55,000 എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിഗർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് എംപ്ലോയി ഗ്രൂപ്പ് വൈസ് സാലറി സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതും ഓൾറെഡി ഡിഫൈൻ ചെയ്തു വെച്ച സാലറി സ്ട്രക്ചർ റിവൈസ് ചെയ്യുന്നതും. നമ്മളിത് സേവ് ചെയ്യുന്നില്ല, നേരെ പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയത് ഒരു മെയിൻ ഗ്രൂപ്പിൽ, അതായത് ഒരു പ്രൈമറി ഗ്രൂപ്പിൽ സാലറി സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു സബ് ഗ്രൂപ്പിൽ എങ്ങനെ സാലറി സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാമെന്നാണ്. അതിനായി നമ്മൾ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന ഗ്രൂപ്പിന്റെ പ്രൈമറി ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പായ അക്കൗണ്ട്സ് മാനേജർ എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, 1/4/2020. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒന്ന് കോപ്പി ഫ്രം പാരന്റ് വാല്യൂ, മറ്റൊന്ന് സ്റ്റാർട്ട് അഫ്രഷ്. സ്റ്റാർട്ട് അഫ്രഷ് എന്ന ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മളിപ്പോൾ സാലറി ഡിഫൈൻ ചെയ്യാൻ നോക്കുന്ന അക്കൗണ്ട്സ് മാനേജർ എന്ന ഗ്രൂപ്പിന്റെ മെയിൻ ഗ്രൂപ്പായ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി സാലറി സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ കോപ്പി ഫ്രം പാരന്റ് വാല്യൂ എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കംപ്ലീറ്റ് വാല്യൂസും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ Ctrl+A എന്ന കീ കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇത് സേവ് ചെയ്യാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എംപ്ലോയി വൈസ് സാലറി സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ്. അതിനായി നമ്മൾ അജയ് എന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യാണ്. ഇനി ഇവിടെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് കോപ്പി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ്, 2 കോപ്പി ഫ്രം പാരന്റ് വാല്യൂ, 3 സ്റ്റാർട്ട് അഫ്രഷ്. ഇതിൽ സ്റ്റാർട്ട് അഫ്രഷ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആദ്യം മുതൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ലഭിക്കുക. കോപ്പി ഫ്രം പാരന്റ് വാല്യൂ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ എന്ന ഗ്രൂപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച സാലറി സ്ട്രക്ചർ ആണ് ഇവിടേക്ക് വരിക. ഇനി നമ്മൾ കോപ്പി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മറ്റേതെങ്കിലും എംപ്ലോയി ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി വാല്യൂസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്തെടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ടാലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു തവണ F12 കീ പ്രസ് ചെയ്യാം. അതിനുശേഷം അലോ കോപ്പി ഫ്രം എംപ്ലോയി എന്ന ഓപ്ഷൻ കൂടി യെസ് എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ഏറ്റവും ടോപ്പിലായി അലോ ടു ഓവർറൈഡ് സ്ലാബ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് മൂന്നാമത്തെ എംപ്ലോയിക്ക് സാലറി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സ്ക്രീന് സേവ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇവിടെ എനേബിൾ ചെയ്ത ഓപ്ഷൻ്റെ ഇഫക്റ്റ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. അത് നമുക്ക് രണ്ടാമത്തെ എംപ്ലോയിക്ക് സാലറി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇവിടെ ഒരു തവണ സ്പേസ് കീ പ്രസ് ചെയ്യാം. അതിനുശേഷം കോപ്പി ഫ്രം പാരന്റ് വാല്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു സ്ക്രീൻ ഇതേപോലെ തന്നെ സേവ് ചെയ്യാണ്. Ctrl+A എന്ന കീ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിജയ് എന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യാം. ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് കോപ്പി ഫ്രം എംപ്ലോയി, 2 കോപ്പി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ്, 3 സ്റ്റാർട്ട് അഫ്രഷ്. എന്നാൽ ഇവിടെ കോപ്പി ഫ്രം പാരന്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. അതിന്റെ കാരണം കാഷ്യേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ സാലറി സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ്. തൊട്ട് മുൻപ് F12 കീ പ്രസ് ചെയ്തുകൊണ്ട് അലോ കോപ്പി ഫ്രം എംപ്ലോയി എന്ന ഓപ്ഷൻ യെസ് എന്ന് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കോപ്പി ഫ്രം എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതിയതായി നമുക്ക് ലഭിച്ചത്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അജയ് എന്ന ഈ എംപ്ലോയിയുടെ സാലറി സ്ട്രക്ചർ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യുക. ആ കംപ്ലീറ്റ് വാല്യൂസ് നമുക്ക് ഇവിടെ കോപ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഈ എംപ്ലോയിക്ക് ബേസിക് പേ ആയി കുറച്ച് ചെറിയൊരു എമൗണ്ട് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഒരു 8,000 രൂപ എൻ്റർ ചെയ്യാണ്. ഇനി സേവ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് ആഡ് ചെയ്ത പേ ഹെഡിൽ ചിലത് മാത്രമായി എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ്. ഉദാഹരണത്തിന് അജയ് എന്ന എംപ്ലോയിയിൽ നിന്ന് ഓവർ ടൈം പേയ്മെന്റ് എന്ന പേ ഹെഡ് നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായി അജയ് എന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഓവർ ടൈം പേയ്മെന്റ് എന്ന പേ ഹെഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ Ctrl+D എന്ന കീ കോമ്പിനേഷൻ യൂസ് ചെയ്യുക. Ctrl+D. അതിനുശേഷം സേവ് ചെയ്യുക. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് രാഹുൽ എന്ന എംപ്ലോയിയുടെ സാലറി സ്ട്രക്ചർ ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷനും കൂടി മനസ്സിലാക്കാം. അതിനു മുമ്പ് രാഹുൽ എന്ന എംപ്ലോയി ഉൾപ്പെടുന്ന സെക്യൂരിറ്റി ഗാർഡ് എന്ന എംപ്ലോയി ഗ്രൂപ്പിന് കൂടി നമ്മൾ സാലറി ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. കോപ്പി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നും അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സെലക്ട് ചെയ്യുന്നു. Ctrl+A പ്രസ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്നു.
ഇനി രാഹുൽ എന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യുക, ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് 4 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാനിവിടെ കോപ്പി ഫ്രം പാരന്റ് വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ബേസിക് പേ എന്നത് 8000 ആക്കുന്നു. അതിനുശേഷം ഒരു തവണ F12 കീ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം അലോ ടു ഓവർറൈഡ് സ്ലാബ് പെർസെൻറ്റേജ് എന്നത് യെസ് എന്ന് സെറ്റ് ചെയ്ത് വെച്ച് സേവ് ചെയ്യുന്നു. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് വഴി നമ്മൾ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് എൻ്റർ ചെയ്ത് കൊടുത്ത പെർസെൻറ്റേജുകൾ ഓവർറൈഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഓപ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഹൗസ് റെന്റ് അലവൻസ് എന്ന പേ ഹെഡിന് മുകളിൽ സെലക്ഷൻ വെച്ചുകൊണ്ട് ഒരു തവണ ഞാൻ Ctrl+Enter എന്ന കീ കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണ്. Ctrl+Enter. ഈ ഒരു പേ ഹെഡിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40% ആണ്. എന്നാൽ ചില സ്ഥാപനങ്ങളിൽ എല്ലാ എംപ്ലോയീസിനും ഒരേ HRA പെർസെൻറ്റേജ് തന്നെ ആവണമെന്നില്ല. അത്തരം സാഹചര്യത്തിൽ ഓരോ പെർസെൻറ്റേജിനും ഓരോ ഹൗസ് റെന്റ് അലവൻസ് എന്ന പേ ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. പകരം സ്ലാബ് പെർസെൻറ്റേജ് ഓവർറൈഡ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു പേ ഹെഡ് സേവ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നമുക്ക് റേറ്റ് കോളത്തിൽ 30 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരേ പേ ഹെഡ് നമുക്ക് ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയും. ഇത് ടാലി പേറോളിലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. എന്നാൽ ഇത് അധികം ആർക്കും അറിയാത്തതുമായിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാലറി ഡിഫൈൻ ചെയ്യുന്നത്. ഓർക്കുക, എപ്പോഴും സാലറി ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി സാലറി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ എംപ്ലോയീസ് വഴിയോ എംപ്ലോയി ഗ്രൂപ്പ്സ് വഴിയോ സാലറി ഡിഫൈൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് സാലറി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നതാണ്.